Hello students, അപ്പോൾ നമുക്ക് ഇനി നോക്കാനുള്ളത് indeterminate forms of the form 0 raised to 0, infinity raised to 0, 1 raised to infinity. അപ്പോൾ ഇതാണ് നമുക്ക് ഇനി നോക്കാനുള്ള indeterminate forms ട്ടാ. 0 raised to 0, any number raised to 0 equal to 1 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷെ ആ നമ്പർ 0 ആണെങ്കിലോ സീറോന്റെ ഏത് പവർ എടുത്താലും 0 കിട്ടണമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സീറോനെ എങ്ങനെ എത്ര പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്താലും അത് 0 കിട്ടുമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ എനി നമ്പർ റേസ് ടു 0 1 എന്നും പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഏതാണ് വാല്യൂ എന്നുള്ളത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അതുപോലെ ഇൻഫിനിറ്റി റേസ് ടു 0, നമുക്കറിയാം ഇൻഫിനിറ്റിയുടെ ഏത് പവർ എടുത്താലും ഇൻഫിനിറ്റി ആണ് വാല്യൂ എന്നറിയാം. പക്ഷെ എനിത്തിങ് റേസ് ടു 0 1 ആണെന്നും അറിയാം. അതുകൊണ്ട് ഇതിന്റെ അത് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതൊരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. അതുപോലെ 1 റേസ് ടു ഇൻഫിനിറ്റി, അതും നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഇതും ഒരു ഇൻഡിറ്റർമിനേറ്റ് ഫോം ആണ്. ഫോംസ് ആദ്യം ബൈ ഹാർട്ട് ചെയ്യുക, എന്നിട്ട് ഏത് ഫോമിലാണ് തന്നിരിക്കുന്ന പ്രോബ്ലം എന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പവറില് ഈ ഒരു പവറുള്ള നമ്പർ ആയിട്ട് വരുന്ന ഇൻഡിറ്റർമിനേറ്റ് ഫോംസ് ആണെങ്കിൽ അതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ the limit extends to a f of x raised to g of x is said to be an indeterminate form of the type 0 raised to 0 if limit extends to a f of x equal to 0 and limit extends to a g of x equal to 0, and infinity raised to 0 if limit extends to a f of x equal to infinity and limit extends to a g of x equal to 0, and 1 raised to infinity if limit extends to a f of x equal to 1 and limit extends to a g of x equal to plus or minus infinity. അപ്പോൾ അത് നോട്ടിലേക്ക് എഴുതുക, ഡെഫിനേഷൻ നോട്ടിലേക്ക് എഴുതുക. അതായത് ലിമിറ്റിന്റെ വാല്യൂസ് തന്നിരിക്കുന്നതാണ്, എങ്ങനെയാണ് ആ ഇൻഡിറ്റർമിനേറ്റ് ഫോം വരുന്നത് എന്നുള്ളത്. ഇനി എങ്ങനെ അത് ഇവാലുവേറ്റ് ചെയ്യാന്നുള്ളത് നോക്കാം. These indeterminate forms can usually be converted into indeterminate forms of the type 0 into infinity. നമ്മൾ ഇതിന് തൊട്ട് മുമ്പായിട്ട് 0 into infinity ഫോം പഠിച്ചിട്ടുണ്ടായിരുന്നു, ഇൻഡിറ്റർമിനേറ്റ് ഫോം. ആ ഒരു ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്തത്. അപ്പൊ ഇത് നോട്ടിലേക്ക് എഴുതി വെക്കുക കേട്ടോ. ബൈ ടേക്കിംഗ് logarithms or by using the identity f of x raised to g of x equal to e raised to g of x ln f of x. ഒന്നിലെ രണ്ട് സൈഡിൽ ലോഗരിതം എടുത്തിട്ട് നമുക്കത് ചെയ്യാം, അല്ലെങ്കിൽ ലോഗരിതം ഓർത്തില്ലെങ്കിൽ ഈ ഐഡന്റിറ്റി ഡയറക്റ്റ് യൂസ് ചെയ്താലും മതി. ഇത് സെയിം ലോഗരിതം അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഐഡന്റിറ്റിയാണ്. നോക്കി, ഇ റേസ് ടു ജി ഓഫ് എക്സ് ln f of x എന്ന് എഴുതുമ്പോൾ നമുക്കിത് എങ്ങനെ എഴുതാം? ഇ റേസ് ടു ജി ഓഫ് എക്സ് ln f of x ആണ്. അപ്പൊ ജി ഓഫ് എക്സ് ln f of x നെ നമുക്ക് എങ്ങനെ എഴുതാം? ln f of x റേസ് ടു ജി ഓഫ് എക്സ് എന്ന് എഴുതാം അല്ലെ. അപ്പൊ ഇത് ഇ റേസ് ടു ln f of x raised to g of x എന്നായി മാറും. ഇയും lനും ക്യാൻസൽ ആയി പോയാൽ പിന്നെ ഇത് ബാക്കി എന്തുണ്ടാവുക? f of x raised to g of x ആണ് ബാക്കി ഉണ്ടാവുക. ഒന്നിലെ ഈ ഐഡന്റിറ്റി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഡയറക്റ്റ് ലോഗരിതം എടുത്തിട്ട് ചെയ്തു പോയാലും മതി. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അപ്പൊ എങ്ങനെയാണ് ഒരു പ്രോബ്ലം ചെയ്തിരിക്കുന്നത് നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ്. ഞാൻ പറഞ്ഞല്ലോ 0ലാണ് ഈ റൈറ്റ് ലിമിറ്റ് വരുന്നത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് 0 തന്നെ കൊടുത്തിട്ട് ആ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും. വേറെ ഏതെങ്കിലും നമ്പർ ആണെങ്കിൽ നിങ്ങൾ ആ എച്ചിലുള്ള ഡെഫിനേഷൻ യൂസ് ചെയ്തിട്ട് പ്രോബ്ലം ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പൊ നമുക്ക് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇവിടെ 0 റേസ് ടു 0 ഫോം ആണ്. അപ്പൊ ആദ്യം ഏത് ടൈപ്പ് ആണെന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ ഇത് ഇൻഡിറ്റർമിനേറ്റ് ഫോം ഓഫ് 0 റേസ് ടു 0 ടൈപ്പ് ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്, പ്രോബ്ലം ചെയ്യേണ്ടത് എങ്ങനെയാണ്? തന്നിരിക്കുന്ന ആ ഫംഗ്ഷന് y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ പുട്ട് y is equal to x raised to x, അതാണ് ആദ്യം ചെയ്യുന്നത്, മറക്കരുത് കേട്ടോ. രണ്ട് സൈഡിലും ലോഗരിതം അപ്ലൈ ചെയ്യുക. അപ്ലൈയിങ് ലോഗരിതം ഓൺ ബോത്ത് സൈഡ്സ്. നോട്ടിൽ എഴുതുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുക കേട്ടോ. ln y is equal to ln x raised to x. ln x raised to x നെ പവർ റൂൾ യൂസ് ചെയ്ത് x ln x എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 ln y, രണ്ട് സൈഡിൽ ലിമിറ്റ് കൊടുക്കുക. ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് ln y is equal to ലിമിറ്റ് എക്സ്റ്റെൻസ് ടു 0 പ്ലസ് x ln x which is equal to 0. കാരണം ഇവിടെ നമുക്ക് 0 into infinity എന്നുള്ള ഫോമാണ് വരുന്നത്. Finally, using the identity y equal to e raised to ln y and the continuity of the exponential function, we have limit extends to 0 plus x raised to x equal to limit extends to 0 plus y is equal to limit extends to 0 plus e raised to ln y, that's equal to limit
e raised to limit x tends to 0 plus ln y that's equal to e raised to 0 that's equal to 1 എന്നാണ് അതിന്റെ ആൻസർ വരുന്നത്. അപ്പൊ നോക്കാം അത് എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്യാം, വാല്യൂ ചെക്ക് ചെയ്യാം. അപ്പൊ നോക്കിയോക്കെ, ഇനി നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ വൈ എടുത്തപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് എൽ എൻ എക്സ് എന്നാണ് വന്നത്. നോക്കിയേ, അപ്പൊ ഇതിന് നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് വൈ എന്ന് എഴുതാം. കാരണം വൈനെ നമുക്ക് ഒരു മിനിറ്റ്, ഓക്കെ. അപ്പൊ ഇവിടെ എൽ എൻ വൈ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ വൈ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് എൽ എൻ എക്സ് എന്ന് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് എക്സിന് 0 കൊടുക്കുമ്പോൾ ഇത് നമുക്ക് 0 എന്ന് കിട്ടും, വാല്യൂ ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇത് നോക്കി നോക്കിയേ, ഇത് ഈ 0 എന്ന് കിട്ടുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. വെറുതെ ഈ എക്സിന് 0 കൊടുത്തിട്ടല്ല ഇത് എഴുതണത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണേ. അത് ശ്രദ്ധിച്ചിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. ഇത് നോക്കിയേ, ഇതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. എൽ എൻ 0 എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി അല്ലേ. അപ്പൊ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോമിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, അതിനെ ആ 1 എന്നുള്ള ഒരു ഫോമിലേക്ക് ആക്കിയിട്ട് ചെയ്യണം അല്ലെ. ഇതിന് തൊട്ട് മുമ്പ് നമ്മൾ പ്രോബ്ലം ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സെയിം പ്രോബ്ലം തന്നെയാണെന്നാണ് എന്റെ ഓർമ്മ. നമുക്ക് നോക്കി നോക്കാം. അതാ ഇവിടെ ചെയ്തിട്ടുണ്ട് അല്ലെ. അതെ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. അതെ, എക്സ് എൽ എൻ എക്സിന് നമ്മൾ 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. അതുകൊണ്ട് എൽ എൻ എക്സ് ബൈ 1/x ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്കോ 0/0 ഫോമിലേക്കോ അതിനെ കൺവേർട്ട് ചെയ്യണം അല്ലെ. എന്നിട്ട് അത് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പൊ ഇതിന്റെ ഉത്തരം മുമ്പ് ചെയ്ത് 0 എന്ന് കിട്ടിയതുകൊണ്ട് അവിടെ ഡയറക്റ്റ് എഴുതി വെച്ചതാണ്. നിങ്ങൾ നോട്ടിൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ സ്റ്റെപ്പ് കംപ്ലീറ്റ് അവിടെ കാണിക്കണം കേട്ടോ. അപ്പൊ ഇതിനെ ആദ്യം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതണം. ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇതിനെ നമുക്ക് എൽ എൻ എക്സ് ബൈ 1/x എന്ന് എഴുതാം. അപ്പൊ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമായി എൽ ഹോസ്പിറ്റൽസ് റൂൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. അല്ലാതെ അതാണ് എനിക്കൊരു കൺഫ്യൂഷൻ പെട്ടെന്ന് വന്നത്. അല്ലാതെ ഇത് ഇവിടെ എക്സിന് 0 കൊടുക്കുമ്പോൾ ഇതിന്റെ വാല്യൂ 0 കിട്ടുന്നതല്ല. അപ്പൊ ഇവിടെ ആ സ്റ്റെപ്സ് കംപ്ലീറ്റ്, ആ പ്രോബ്ലത്തിൽ വരുന്ന സ്റ്റെപ്സ് കംപ്ലീറ്റ് ഇവിടെ എഴുതാനുണ്ട്. നിങ്ങൾ എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ച് എഴുതാം. ഓക്കെ, അപ്പൊ ഈ വാല്യൂ ഈക്വൽ ടു 0 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എക്സ് റേസ് ടു എക്സ് ആണ്. അപ്പൊ എക്സ് റേസ് ടു എക്സിന് നമ്മൾ y എന്നാണ് എടുത്തിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് y എന്ന് എഴുതാം. ദാറ്റ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് ഇ റേസ് ടു എൽ എൻ വൈ എന്ന് എഴുതാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് y ഈക്വൽ ടു ഇ റേസ് ടു എൽ എൻ വൈ എന്ന് എഴുതാന്ന്. കാരണം ഇയും എൽ എനും പരസ്പരം ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോവും. ഞാൻ പറഞ്ഞില്ലേ, ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും പരസ്പരം ക്യാൻസൽ ചെയ്ത് പോകുന്ന പോലെ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് നമുക്കിവിടെ y മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പൊ വൈനെ വേണമെങ്കിൽ നമുക്ക് ഇ റേസ് ടു എൽ എൻ വൈ എന്ന് എഴുതാം. അപ്പോ ഇവിടെ വൈക്ക് പകരം ഇ റേസ് ടു എൽ എൻ വൈ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കറിയാം ലിമിറ്റ് ഇങ്ങനെ കൊടുക്കുമ്പോ ഇതില് നമുക്ക് ലിമിറ്റ് വരുന്നത് പവറിലേക്ക് കൊടുക്കാൻ പറ്റും. കാരണം ഇക്ക് അതിന് ലിമിറ്റിന് ഈ ലിമിറ്റ് ഇയെ ബാധിക്കില്ല. പിന്നെ അത് നമുക്ക് വേണമെങ്കിൽ പവറിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഇ റേസ് ടു ഈ ലിമിറ്റിനെ പവറിലേക്ക് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഇ റേസ് ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ വൈ എന്ന് എഴുതാം അതിനെ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി 0 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഇ റേസ് ടു 0 വരും, വാല്യൂ ഈക്വൽ ടു 1 വരും. അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. മനസ്സിലാക്കി വെക്കുക കേട്ടോ. പഴയത് യൂസ് ചെയ്യുന്നത് അത് അവിടെ റിപ്പീറ്റ് ചെയ്ത് എഴുതണം. അടുത്ത പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് 1/x ദ ഹോൾ റേസ് ടു സൈൻ എക്സ്. അപ്പോൾ 0 എന്നുള്ളത് കൊടുക്കുമ്പോൾ 1/0 എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റി ആണ്, സൈൻ 0 എന്ന് പറയുമ്പോൾ 0 ആണ്. അപ്പൊ ഇത് ഇൻഫിനിറ്റി റേസ് ടു 0 ഫോം ആണ്. അത് ആദ്യം ഐഡന്റിഫൈ ചെയ്യാം. നമ്മൾ ഇതിന് വൈന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോഗരിതം രണ്ട് സൈഡിൽ കൊടുത്താൽ എൽ എൻ വൈ ഈക്വൽ ടു എൽ എൻ 1/x റേസ് ടു സൈൻ എക്സ്. അതിന് നമുക്ക് സൈൻ എക്സ് എൽ എൻ 1/x എന്ന് എഴുതാം. ഓക്കെ, ലിമിറ്റ് കൊടുക്കുക. ഇതിന്റെ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എൽ എൻ വൈ ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് സൈൻ എക്സ് ഇൻറ്റു എൽ എൻ 1/x. ഇനി സൈൻ എക്സ് ഇൻറ്റു എൽ എൻ 1/x അതിന്റെ ലിമിറ്റ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ സൈൻ എക്സ് ഇൻറ്റു എൽ എൻ 1/x എന്നുള്ളത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. അത് മാത്രം ഒന്നെടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു എൽ എൻ 1/x ആദ്യം ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോമിലേക്ക് ആക്കി മാറ്റണം.
അപ്പോൾ നമ്മൾ അതിനെ ln 1/x ഡിവൈഡഡ് ബൈ 1/sin x എന്ന് എഴുതും. അറേഞ്ച് ചെയ്ത് എഴുതുന്നതാണ്. ഇത് ഇതിനോട് സെയിം ആണ് അല്ലേ? അപ്പൊ ഇപ്പൊ ഇത് ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയി. ഇവിടെ 1/0 വരുമ്പോൾ ഇൻഫിനിറ്റി ബൈ ഇൻഫിനിറ്റി ഫോം ആയി. അപ്പൊ ആ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. എൽ ഹോസ്പിറ്റൽസ് റൂൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ ln 1/xന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മൈനസ് ln x ഡിവൈഡഡ് ബൈ 1 വരും. ഇത് ചെയ്തിരിക്കുന്നത് ln 1/xനെ നമുക്ക് ln1 മൈനസ് ln x എന്ന് എഴുതാം, ലോഗരിതത്തിന്റെ റൂൾ യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പൊ ln1 0 ആയിട്ട് പോവും, ബാക്കി മൈനസ് ln x ആണ് ഉണ്ടാവുക. ഡെറിവേറ്റീവ് എടുത്തില്ല, എപ്പോഴും എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്തില്ല, ഇതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയതാണ്. ഈ ln 1/xനെ നമുക്ക് ഒരു അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എന്ത് എഴുതാം, ln1 മൈനസ് ln x എന്ന് എഴുതിക്കൂടെ? അതിൽ ln1 എന്തായി പോവും, ln1 0 ആയി പോവും, ബാക്കി എന്താ ഉണ്ടാവുക, മൈനസ് ln x ആണ് ഉണ്ടാവുക. അത് ഡിവൈഡ് ബൈ 1 വെറുതെ എഴുതിയിരിക്കുന്നു, മൈനസ് ln x ആണ് ന്യൂമറേറ്റർ വരിക. പിന്നെ ഇവിടെ 1/sin x ഉണ്ട്, 1/sin x അങ്ങനെ തന്നെ എഴുതുക. അപ്പൊ ഇതൊന്ന് മാറ്റി എഴുതിയിട്ട് അതാണ് ആ റീറൈറ്റ് ln 1/x ഇവിടെ ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത്. ln 1/xനെ ln1 മൈനസ് ln x എന്ന് എഴുതുക. ln1 0 ആയി പോവും, ബാക്കി ഉണ്ടാവുക മൈനസ് ln x. ഡിനോമിനേറ്ററിൽ 1/sin x അത് അവിടെ ഉണ്ടാവും. ഇനി ഒരു പ്രാവശ്യം എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യാം. ഈ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്താൽ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് മൈനസ് ln xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x, 1/sin xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/sin സ്ക്വയർ x ഇൻറ്റു sin xന്റെ ഡെറിവേറ്റീവ് cos x വരും. അപ്പൊ ഇതാണ് വരിക. ഇത് റെസിപ്രോക്കൽ കൊണ്ടൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരുമ്പോൾ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് sin സ്ക്വയർ x ബൈ x cos x എന്ന് വരും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ ലിമിറ്റ് കൊടുത്ത് നോക്കുമ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യും. sin x ബൈ x എന്നും പിന്നെ ഒരു sin x ബൈ cos x ഉം വരും. അപ്പൊ അതിനെ tan x എന്ന് എഴുതി. ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് sin x ബൈ x ഇൻറ്റു tan x. നമുക്കറിയാം ഈ ലിമിറ്റ് എന്ന് പറയുന്നത് 1 ആണ്. ഈ sin x ബൈ xന്റെ ലിമിറ്റ് 1 ആണ്. tan xന്റെ 0 കൊടുക്കുമ്പോൾ tan 0 0 ആണ്. അപ്പോൾ 1 ഇൻറ്റു 0 വരും, 1 ഇൻറ്റു 0 ഈക്വൽ ടു 0 എന്ന് ആൻസർ കിട്ടും. ആ ലിമിറ്റ് കേട്ടോ, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ln y വാല്യൂ 0 ആണ് കിട്ടും. ഇനി നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് 1/x റേസ് ടു sin x ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിനെയാണ് നമ്മൾ y എന്ന് എടുത്തിരിക്കുന്നത്. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് y-നെ നമ്മൾ എങ്ങനെ റീറൈറ്റ് ചെയ്യാറ്, e റേസ് ടു ln y എന്ന് എഴുതും. ഇത് ഇതിലൊരു സ്റ്റെപ്പാണ് കേട്ടോ, ഒരു മെത്തേഡാണ് ഇങ്ങനെ ഈ പ്രോബ്ലം ചെയ്യേണ്ട. അപ്പൊ അതിനെ e റേസ് ടു ln y എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ലിമിറ്റ് ഇതിന്റെ പവറിലേക്ക് കൊടുത്താൽ e റേസ് ടു ലിമിറ്റ് x ടെൻഡ്സ് ടു 0 പ്ലസ് ln y എന്ന് എഴുതാം. അപ്പൊ അത് നമുക്ക് ഓൾറെഡി 0 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് e റേസ് ടു 0 വരും, വാല്യൂ ഈക്വൽ ടു 1 വരും. അപ്പൊ ഈ ടൈപ്പ് പ്രോബ്ലം ഈ ഒരു മെത്തേഡിലാണ് ചെയ്യേണ്ടത് കേട്ടോ. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇവാലുവേറ്റ് ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി 1 പ്ലസ് 1/x ദ ഹോൾ റേസ് ടു x. അപ്പൊ ഇത് നോക്കിയാൽ അറിയാം, ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ ഇവിടെ 1/∞ ഇത് 0 ആയി പോവും. അപ്പൊ 1 വരും. ദെൻ ഇവിടെ നോക്കി, ഇവിടെ ഇൻഫിനിറ്റി വരുമ്പോൾ 1 റേസ് ടു ഇൻഫിനിറ്റി ഫോം ആണെന്ന് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇതിനെ y എന്ന് കൊടുത്തു, y ഈക്വൽ ടു 1 പ്ലസ് 1/x ദ ഹോൾ റേസ് ടു x. രണ്ട് സൈഡിലും ln എടുത്തു, രണ്ട് സൈഡിലും ln എടുക്കുമ്പോൾ ln y ഈക്വൽ ടു x ln 1 പ്ലസ് 1/x എന്ന് വരും. then ലിമിറ്റ് കൊടുക്കുക. അപ്പൊ ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ln y ഈക്വൽ ടു ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി x ln 1 പ്ലസ് 1/x എന്ന് വരും. ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി കൊടുത്താൽ എക്സിന് ഇവിടെ ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ അതിന് ഈ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യില്ല നമ്മുടെ ഉദ്ദേശം. അപ്പൊ എക്സിന് ഇൻഫിനിറ്റി കൊടുത്താൽ ഇത് ഇൻഫിനിറ്റി വരും, ഇവിടെ ln 1 വരും, ഇത് 0 ആയി പോയിട്ട് ln 1 എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പൊ ഇത് 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആണ്. അപ്പൊ ആദ്യം ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 0 ഇൻറ്റു ഇൻഫിനിറ്റി ഫോം ആയതുകൊണ്ട് ഇതിനെ ആദ്യം നമുക്ക് 0/0 ഫോമിലേക്കോ ഇൻഫിനിറ്റി ഫോമിലേക്കോ കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഈ എക്സിനെ നമ്മൾ 1/x എന്നുള്ള രീതിയിൽ അറേഞ്ച് ചെയ്ത് എഴുതും. ന്യൂമറേറ്ററിൽ ln 1 പ്ലസ് 1/x എന്ന് എഴുതും. ഇത് 0/0 ഫോമായി. ഇനി ഒരു പ്രാവശ്യം എൽ ഹോസ്പിറ്റൽസ് റൂൾ അപ്ലൈ ചെയ്യും. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. കാര്യത്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ആദ്യം 1/1 പ്ലസ് 1/x വരും. പിന്നെ 1 പ്ലസ് 1/xന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഡിവൈഡഡ് ബൈ ഇതിന്റെ ഡെറിവേറ്റീവ് മൈനസ് 1/x². ദെൻ ഇതിന് x ഈക്വൽ ടു ഇൻഫിനിറ്റി എന്നുള്ള ലിമിറ്റ് ഒക്കെ കൊടുത്ത് വരുമ്പോൾ നമുക്ക് വാല്യൂ ഈക്വൽ ടു 1 കിട്ടും. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ പ്രീവിയസ് പ്രോബ്ലംസ് ചെയ്ത പോലെ തന്നെ ഇനി അതിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതായത് ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി y ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ y-നെ റീറൈറ്റ് ചെയ്തിട്ട് ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി e റേസ് ടു ln y എന്ന് എഴുതാം. അതായത് e റേസ് ടു ലിമിറ്റ് x ടെൻഡ്സ് ടു ഇൻഫിനിറ്റി ln y എന്ന് എഴുതാം. ഇതൊക്കെ എല്ലാ പ്രോബ്ലത്തിലും സെയിം തന്നെയാണ്.
p raised to 1 എന്ന് കിട്ടും, ദാറ്റ്സ് ഈക്വൽ ടു e എന്ന് കിട്ടും. അതാണ് ആൻസർ. ഈ മെത്തേഡ് എല്ലാത്തിനും സെയിം തന്നെ കേട്ടോ, 3 പ്രോബ്ലത്തിനും.